നമസ്തേ, ഞാൻ ഡോക്ടർ അരുൺ കെ ശ്രീധർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയൻറ്റിഫിക് ഫാക്ട്സ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേരളത്തിൽ എന്തുകൊണ്ടാണ് മഞ്ഞുമലകൾ ഇല്ലാത്തത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഭൂമിശാസ്ത്രപരമായും കാലാവസ്ഥാപരമായുമുള്ള നിരവധി ഘടകങ്ങൾ കാരണമാണ് കേരളത്തിൽ മഞ്ഞുമലകൾ ഇല്ലാത്തത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേതാണ് കുറഞ്ഞ ഉയരം. വർഷം മുഴുവൻ താപനില തണുത്തുറഞ്ഞ് തുടരാൻ പര്യാപ്തമായ ഉയരം കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായി ഹിമാനികൾ രൂപം കൊള്ളുന്നത്. എന്നാൽ കേരളത്തിലെ പശ്ചിമഘട്ടം പോലുള്ള പർവ്വതനിരകൾക്ക് ഹിമാനികൾ രൂപം കൊള്ളാൻ പര്യാപ്തമായ ഉയരമില്ല. ഉദാഹരണത്തിന് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിക്ക് 2695 മീറ്റർ മാത്രമാണ് ഉയരം. എന്നാൽ ആൻഡസ് പർവ്വതനിരകളിലും ഹിമാലയ പർവ്വതനിരകളിലും ഹിമാനികൾ രൂപം കൊള്ളുന്നത് 4500 മീറ്റർ മുതൽ 6000 മീറ്റർ വരെ ഉയരത്തിലാണ്. രണ്ടാമത്തേതാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥ അഥവാ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ഭൂമധ്യ രേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ വർഷം മുഴുവൻ ഉയർന്ന തോതിലുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിലെ ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിൽ പോലും ഹിമാനികൾ രൂപം കൊള്ളാൻ അനുയോജ്യമായ താപനില ഇല്ല. മൂന്നാമത്തേതാണ് സമൃദ്ധമായ മഴ. കേരളത്തിൽ പ്രത്യേകിച്ചും മൺസൂൺ കാലത്ത് ഉയർന്ന തോതിലുള്ള മഴ ലഭിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥയും ഉയർന്ന തോതിലുള്ള മഴയും ഹിമാനികളുടെ രൂപീകരണം തടയുന്നു. നാലാമത്തേതാണ് അക്ഷാംശം. ഹിമാനികൾ സാധാരണയായി കൂടുതലായി കാണപ്പെടുന്നത് ഉയർന്ന അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ്. അവിടുത്തെ കാലാവസ്ഥ തണുത്തതാണ്. എന്നാൽ കേരളം സ്ഥിതി ചെയ്യുന്നത് താഴ്ന്ന അക്ഷാംശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചൂടുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഇത് ഹിമാനികളുടെ രൂപീകരണം തടയുന്നു. കേരളത്തിൽ എന്തുകൊണ്ടാണ് മഞ്ഞുമലകൾ കാണപ്പെടാത്തതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.